ഗൈസ് ഇന്നൊരു പ്രത്യേക തരം വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശബരിമലയ്ക്ക് പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ആദ്യം കറുപ്പൊക്കെ ഇട്ട് ഞാനങ്ങളൊന്ന് കറുപ്പിടാന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ, റീസെൻ്റ്ലി എടുത്ത ടോപ്പാണ്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ആ പാൻറ്റ് എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ പാൻറ്റ് എടുത്തതിന് സ്ഥിരമായിട്ട് ഇത് തന്നെ ഇടുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ റെഡിയാക്കിയപ്പോൾ ആദ്യം തറയിൽ കിടന്ന് നമുക്ക് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ട ഈ കറുത്ത ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാൻറ്റ് പിന്നെ പറയണ്ടല്ലോ, രാമേന്ദ്രൻ എടുത്തതാണ്. അത് എൻ്റെ അമ്മസ്വാമി പോകണം. അമ്മസ്വാമി റെഡി ആവാൻ വേണ്ടി പോവുകയാണ്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി. നമുക്ക് വൈകുന്നേരം 7 മണിക്കാണ് കെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 6:30-ക്കാണ് ഗൈസ്. എനിക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ലൈറ്റിന്റെ കുറച്ച് വിഷയമാണ്, കറുത്ത് കരിമുണ്ട പോലെ ഇരിക്കണം. അപ്പം ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ അതൊരു ഇറങ്ങിയിട്ടൊക്കെ വരാം. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഒന്ന് പോയി ഇറങ്ങിയിട്ടൊക്കെ വരാം. അങ്ങനെ ആകെപ്പാടുണ്ട് ട്രൈപോഡിൻ്റെ കാര്യത്തിലും തീരുമാനമായി ഗൈസ്. ഇനി എന്ത് ചെയ്യുമോ എന്തോ. ഇതാണ് അമ്പലത്തിലൂടെ പോകുന്ന വലിയ തിരക്ക് കേട്ടാ. ഓൾറെഡി ഈ സമയത്ത് ഈ വഴിയൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇലക്ഷൻ പ്രമാണിച്ച് പരസ്പരമുള്ള യുദ്ധപ്രകാരം എനിക്ക് സമയത്ത് തന്നെ അമ്പലത്തിലോട്ട് എത്താൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് ലേറ്റായി. 7 മണിക്ക് ഇറങ്ങിയ നമ്മൾ 7:30 എപ്പോഴാണ് എത്തിയത്. തൊട്ടടുത്താണ് അമ്പലം. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ റാലി കാരണം നമ്മൾ തിരക്കിൽ വെട്ടുപോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയേട്ടാ. അവിടെ നിന്ന് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആദ്യം കൂടിനാണ് എൻ്റെ കൈയും പിടിച്ച് അവൻ എന്തോ സംഭവം നോക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അമ്മസ്വാമി ഇതാ പോകണുണ്ട്. അച്ഛൻ സ്വാമി വണ്ടി വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് നമ്മൾ പോയപ്പോൾ തന്നെ കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കന്യായപ്പന്മാരെയാണ് കെട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇരിക്കണമായിട്ടൊന്നും പറയേണ്ട ഗൈസ്. ഇവനെ നോക്കിക്കോളൂ, ഇവനാണ് എല്ലാത്തിനും പ്രശ്നം. ഒരു സ്ഥലത്തിരിക്കൂല. അത് അവിടെ മൊത്തം ഓടിപ്പറക്കി എന്തൊക്കെ ചെയ്യണം അവന് പോലും ഒരു പിടിയില്ല. പിന്നെ ആദ്യം അവിടെ പോയപ്പോൾ അവൻ്റെ കൂട്ടുകാരിയല്ല, ശരിക്കും പറഞ്ഞാൽ തന്നെ മാമൻ്റെ മോളാണ്. എനിക്ക് ഏറ്റവും ഇളയ അനിയത്തിയാണ് എൻ്റെത്. അവന് കമ്പനിയായിട്ട് അവളുണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ കിടന്ന് ഉരുണ്ട് പരണ്ട് അവനെ തന്നെ അറിഞ്ഞു. അവൻ കിടന്ന് കളിയും ഒരു മേളമൊക്കെ ആയിരുന്നു ഗൈസ്. അത് നേരെ അയ്യപ്പൻ കെട്ടിൻ്റെ സമയമായി. പിന്നെ അവന് നെയ്ത്തേങ്ങ നിറയ്ക്കണമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മടിയിലോട്ട് ഇരിക്കുകയാണ്. ഈ നെയ്ത്തേങ്ങ നിറയ്ക്കണ കാര്യമൊന്നും പറയണ്ട. നെയ്ത്തേങ്ങ നിറച്ചതിന് ശേഷം അവിടെ നിന്ന് എണീക്കൂലാന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇടുന്നത് കേട്ടോ അവിടെ. അങ്ങനെ ആദ്യം നെയ്ത്തേങ്ങ നിറച്ചതിന് ശേഷം വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, വീണ്ടും നിറയ്ക്കണമെന്നും പറഞ്ഞു. പിന്നെ അങ്ങോട്ടാണ് അവൻ സമരത്തിലൊക്കെയാണ്. സമരം കിടക്കണേണ്ട ആദ്യം അവൻ വീണ്ടും നെയ്ത്തേങ്ങ നിറയ്ക്കണം, എല്ലാവരും അവനെ പിടിച്ച് നിർത്തി എന്നൊക്കെ പറഞ്ഞു. വീണ്ടും കിടക്കുന്ന സമരം തറയ്ക്കിടന്ന് ഉരുണ്ട് പരണ്ട് മെഴുകയായിരുന്നു ഗൈസ്. അതെ, ഞാൻ അമ്മയുടെ അയ്യപ്പൻ കേട്ടായിരുന്നു. അമ്മയ്ക്ക് കാരണം തറയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അമ്മയൊക്കെ പീഠത്തിലായിരുന്നു. അമ്മ മാത്രമുള്ള ബാക്കിയുള്ള ആൻറ്റിമാരെല്ലാം പീഠത്തിലാണ് ഇരുന്നത്. മാമി എല്ലാവരും പീഠത്തിലാണ് ഇരുന്നത്. കാരണം കാലൊന്നും വയ്യായിരുന്നു. പിന്നെ അമ്മയെ അയ്യപ്പൻ കേട്ട് പെട്ടെന്ന് തന്നെ നടന്നു. അമ്മേൻ്റെ വീഡിയോ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. ആദ്യം പിറകെ ഓട്ടോ ഒക്കെ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രവീണാണ് പിന്നെ അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല. പാട്ടി മരിച്ചതുകൊണ്ട് അമ്പലത്തിനകത്തോണ്ട് കയറാൻ പറ്റില്ല. ഇതെല്ലാം പ്രവീണാണ് വലിയ നിപ്പുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും എന്ത് ചെയ്യാം, അമ്പലത്തോടൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ എന്തെങ്കിലും ആദ്യക്കൂട്ടാണെങ്കിൽ ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു അവിടെ കിടന്നിട്ട്.
നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ BJP-കാർ എന്തോ പ്രകടനമൊക്കെ ആയിരുന്നു. ഇവരെയും കൂടെ കാണാനുള്ളത്. ബാക്കി എല്ലാവരും നമ്മൾ വഴി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. വേണ്ട, ഈ സാധനം എനിക്ക് നേരത്തെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അത് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അങ്ങനെ നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരൊക്കെ അത്. പിന്നെ നമ്മൾ സ്ഥിരം കടയിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ നല്ല തിരുമല ആ വിട്ടം തട്ടുകട. അങ്ങനെയുള്ള വീട്ടിൽ എത്തിയപ്പോഴാണ് ആദ്യം കൂടെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കുമ്പോൾ താഴോട്ട് പോകണം ഗൈസ്. ആദ്യം കൂടെ നല്ല ഉറക്കമാണ് ഗൈസ്. നമ്മൾ അയ്യപ്പൻ കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തി. അവർ പോകാൻ ഇനിയും സമയമാവും. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. കാരണം ആദ്യം കൊണ്ട് ഒന്നാമത് കാര്യം പനിയൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ വരണ വഴിയിൽ എൻ്റെ സ്ഥിരം ഫേവറേറ്റ് കടയിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല വീട്ടിൽ നിന്ന്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങി ഗൈസ്. എന്തരാണ് സാധനം എന്നൊക്കെ എനിക്കറിയാം. എനിക്കുള്ള ഇതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. അയ്യോ ഇറക്കമ്മ. ചേട്ടൻ ദോശയും ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത് ഗൈസ്. എനിക്കിടയ്ക്ക് വയറിന് സുഖമില്ലായിരുന്നു. അതൊന്നും പറയണ്ട. വേറൊരു കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. എനിക്കൊന്നും വയറിന് പിടിച്ചില്ല. പക്ഷേ ഈ കടയിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സവാള വയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. മതി. അപ്പോൾ ഗൈസ് ഞാൻ തിന്ന് കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. പൊറോട്ടയാണ് പിച്ച് തിന്നാണ് ഗൈസ് വയ്യാത്തത്. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു?